ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ റഷ്യൻ റവല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. സോഷ്യലിസം, യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ എന്നുള്ള ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് റഷ്യൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്യാം, ചെറിയൊരു ക്ലാസ് ആയിട്ട് ഇന്ന് നമുക്ക് നോക്കാം. വിതിൻ 10 minutes നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ആഫ്റ്റർ അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ഓഫ് ദ റഷ്യൻ റവല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് ഓൺ റഷ്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് റഷ്യൻ റവല്യൂഷൻ ത്രൂ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാണ്, ടോപ്പിക്കിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം പോകുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇമ്പാക്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ ഓൺ റഷ്യ എന്നുള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ദ റഷ്യൻ റവല്യൂഷൻ പുട്ട് ഓൺ എൻഡ് ടു ദ ഓട്ടോക്രാറ്റിക് സാറിസ്റ്റ് റൂൾ ഇൻ റഷ്യ. റഷ്യയിൽ ഓട്ടോക്രാറ്റിക് സാറിസ്റ്റ് അല്ലെങ്കിൽ സാറിസ്റ്റ് എംപയർ ആയിരുന്നു എവിടെ ഗവേൺ ചെയ്തിരുന്നത്, റഷ്യ ഗവേൺ ചെയ്തിരുന്നത്. നിക്കോളാസ് സെക്കൻഡിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോക്രാറ്റിക് കൈൻഡ് ഓഫ് റൂൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന റഷ്യൻ റവല്യൂഷനിലോടുകൂടി അവസാനിക്കുകയാണ്, എൻ്റെ ആണ് ചെയ്യുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അതുവരെ ഉണ്ടായിരുന്ന റൂളേഴ്സ് ഇല്ലാതായി, ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ത് ചെയ്തു, ഇല്ലാതായി റഷ്യയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, വേൾഡിൽ ഫസ്റ്റായിട്ട് പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും എന്താ പറയുക ഒരു ലീഡർഷിപ്പിലുള്ള ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ വേൾഡ്സ് ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് ഓഫ് ദ പെസൻസ് ആൻഡ് വർക്കേഴ്സ്. ഓക്കെ, വേൾഡിൽ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും എവിടെയാണ്, റഷ്യയിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതും റഷ്യൻ റവല്യൂഷൻ്റെ ആഫ്റ്റർ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ലോട്ട്സ് ഓഫ് ചേഞ്ചസ് കൊണ്ടുവന്നു. ഓട്ടോക്രാറ്റിക് സിസ്റ്റം അവിടെ എൻഡ് ചെയ്യാണ്. ദെൻ അവിടെ ഒരു ന്യൂ കൈൻഡ് ഓഫ് ഗവൺമെൻറ് വരുന്നു ബേസ്ഡ് ഓൺ അല്ലെങ്കിൽ ആരുടെ ലീഡർഷിപ്പിലാണ്, വർക്കേഴ്സിനും പെസൻസിനും ലീഡർഷിപ്പിലുള്ള ഒരു സോഷ്യലിസ്റ്റ് കൈൻഡ് ഓഫ് ഗവൺമെൻറ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, റഷ്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എഗൻസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. ഒബ്വിയസ്ലി സോഷ്യലിസം ആണ് ഇവർ മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യലിസം പബ്ലിക് സെക്ടറിലാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിന് എഗെയിൻസ്റ്റ് ആണ്, ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷനും പ്രൈവറ്റ് പ്രോപ്പർട്ടീസിനും എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആര് വരുന്നത്, സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ദ ബോൾഷെവിക്സ് വെർ ടോട്ടലി ഓപ്പോസിറ്റ് ടു പ്രൈവറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ബാങ്കുകളാണെങ്കിലും ഫാക്ടറീസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു. അതായത് ലെനിൻ ആഫ്റ്റർ റഷ്യൻ റവല്യൂഷൻ ഫസ്റ്റ് എടുത്തിരുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഈ ഫാക്ടറീസിനും ബാങ്കിനൊക്കെ എന്ത് ചെയ്യുക, നാഷണലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് സെക്ടറിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഓണർഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നാഷണലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, മോസ്റ്റ് ഇൻഡസ്ട്രി ആൻഡ് ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ നവംബർ 1917. ഓക്കെ, ആ വർഷം തന്നെ 1917 നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഒക്ടോബർ റവല്യൂഷൻ ഉണ്ടാവുന്നത്. അതേ ഇയർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസും ഒക്കെ നാഷണലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പബ്ലിക് സെക്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് അർത്ഥം അവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ടും. ദിസ് മീൻ ദാറ്റ് ദ ഗവൺമെൻറ് ടൂക്ക് ഓവർ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ പറയുന്ന ബാങ്കുകളുടെയും ഫാക്ടറീസിൻ്റെ ഒക്കെ ഓണർഷിപ്പ് ആര് ഏറ്റെടുക്കുകയാണ്, ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിന് എഗെയിൻസ്റ്റ് ആണ്, പബ്ലിക് സെക്ടേഴ്സിനെയാണ് ഈ പറയുന്ന റഷ്യൻ റവല്യൂഷന് ശേഷം റഷ്യ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, സോഷ്യൽ പ്രോപ്പർട്ടി. അതായത് ലാൻഡ് വാസ് ഡിക്ലെയർ ആസ് സോഷ്യൽ പ്രോപ്പർട്ടി ആൻഡ് പെസൻസ് വെർ അലൗഡ് ടു സീസ് ദ ലാൻഡ് ഓഫ് ദ നോബിലിറ്റി. അപ്പോൾ ലാൻഡ് ഒരു സോഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നോബിൾസിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിലുള്ള ലാൻഡ്സ് ഒക്കെ ആർക്ക് പിടിച്ചെടുക്കാം, ഈ പറയുന്ന പെസൻസിന്, ആ ലാൻഡിൽ ആരാണോ ടീൽ ചെയ്യുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സ് ഉള്ളത് അവർക്ക് എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാം, സീസ് ചെയ്യാം എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. ദെൻ പാർട്ടീഷൻ ഓഫ് ലാർജ് ഹൗസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പാർട്ടീഷൻ നടത്തിക്കൊണ്ട് ഫാമിലി റിക്വയർമെൻറ്റിന് അനുസരിച്ച് എന്ത് ചെയ്യാണ്, അത് പാർട്ടീഷൻ നടത്താണ് ചെയ്യുന്നത്. സിറ്റീസിലുള്ള ലാർജ് ഹൗസസ് ഒക്കെ വലിയ അല്ലെങ്കിൽ പറഞ്ഞ നോബിൾസിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ ലോഡ്സിൻ്റെ കയ്യിലുള്ള ഹൗസസ് ഒക്കെ പാർട്ടീഷൻ നടത്തിക്കൊണ്ട് ആളുകളുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ച് എന്ത് ചെയ്യണം, അത് ഷെയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ പ്രൊഹിബിഷൻ ഓഫ് സം ടൈറ്റിൽസ് ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്. ദേ ബാൻ ദ യൂസ് ഓഫ് ഓൾഡ് ടൈറ്റിൽസ് ഓഫ് അരിസ്റ്റോക്രസിക്ക് ഉണ്ടായിരുന്ന ഓൾഡ് ടൈറ്റിൽസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക തമ്പുരാൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലൈക്ക് നമ്മൾ ചില ആളുകൾക്ക് ചില എന്ത് കൊടുക്കും, ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, റഷ്യയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അരിസ്റ്റോക്രസിക്ക് ഉണ്ടായിരുന്ന ടൈറ്റിൽസ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു പൊസിഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ടും ബാൻ ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റും ദ അസർട്ട് ദ ചേഞ്ച് ന്യൂ യൂണിഫോംസ് വെർ ഡിസൈൻഡ് ഫോർ ദ ആർമി ആൻഡ് ഒഫീഷ്യൽസ്. ആർമിക്കും ഒഫീഷ്യൽസിനൊക്കെ പുതിയ കൈൻഡ് ഓഫ് യൂണിഫോംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഓട്ടോക്രാറ്റിക് റൂളിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സിസ്റ്റത്തിനും എന്ത് ചെയ്യാണ്,
ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവിടെ ഫുൾ റിപ്ലേസ് ചെയ്യാണ്, പുതിയൊരു കൈൻഡ് ഓഫ് സിസ്റ്റം അവിടെ റിപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന കൈൻഡ് ഓഫ് യൂണിഫോംസ് ആണെങ്കിലും അന്ന് ഉപയോഗിച്ചിരുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക സല്യൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന എന്താ പറയുക രീതിയിലുള്ള ടൈറ്റിൽസ് ആണെങ്കിലും അതൊക്കെ എന്ത് ചെയ്യാണ് പ്രൊഹിബിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാണ്, ബാൻ ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, റഷ്യൻ റവല്യൂഷൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഇമ്പാക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഓട്ടോക്രാറ്റിക് റൂൾ അവിടെ എൻഡ് ആവുന്നു. എന്ത് കൈൻഡ് ഓഫ് റൂൾ വരുന്നു, സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. വേൾഡിലെ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, നാഷണലൈസ് ചെയ്യുകയാണ്. ഈ പറയുന്ന പോലെ ബാങ്കുകളാണെങ്കിലും മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് ആണെങ്കിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഫോറിൻ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ പറഞ്ഞത് ലാൻഡൊക്കെ എന്താക്കി മാറ്റുകയാണ്, സോഷ്യൽ പ്രോപ്പർട്ടീസ് ആക്കി മാറ്റുകയാണ്. ലാർജ് ഹൗസസ് ഒക്കെ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഫാമിലി റിക്വയർമെൻറ്റ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊഹിബിഷനാണ്. ടൈറ്റിൽസും അരിസ്റ്റോക്രസിക്ക് ഉണ്ടായിരുന്ന കൈൻഡ് ഓഫ് ടൈറ്റിൽസും അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന കൈൻഡ് ഓഫ് യൂണിഫോംസും ഒക്കെ എന്ത് ചെയ്യാണ് റീഫോം ചെയ്തുകൊണ്ട് ന്യൂ യൂണിഫോംസ് ഒക്കെ ഡിസൈൻ ചെയ്തുകൊണ്ട് അന്ന് ഉപയോഗിച്ചിരുന്ന രീതികളൊക്കെ എന്ത് ചെയ്യാണ് കംപ്ലീറ്റ് ആയിട്ടും റിപ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്, റഷ്യയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മക്കളെ എന്താ പറയുക ഇമ്പാക്റ്റ് ഓൺ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് എടുക്കാനുള്ളത്. എന്തായാലും നമ്മൾ വിത്തിൻ 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് 7 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്ലാസ്സുകളുമായിട്ട് ചെറിയ ചെറിയ പാർട്ടുകളുമായിട്ട് നമ്മുടെ എൻറ്റയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും കാണാം മക്കളെ. താങ്ക് യു ഓൾ, ബൈ.